പിന്നീട് ഫയലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫയൽ മെർജ്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ഫയൽ മെർജിങ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ഫയലും ഉണ്ട്, സെക്കൻഡ് ഫയലും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഫയലിനെ ഫസ്റ്റ് ഫയലിലേക്ക് മെർജ് ചെയ്യുന്നതാണ് നമുക്ക് ഫയൽ മെർജിങ്. ഓക്കെ, ഇനി അത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഇതിപ്പം ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എവിടേക്ക് കോപ്പി ചെയ്യാൻ പോവാണ്? 3 എന്നുള്ള ഫയലിലേക്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, മീനിങ് മനസ്സിലായോ? ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും കൂടെ മെർജ് ചെയ്ത് മൂന്നാമതൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഫയലിലും സെക്കൻഡ് ഫയലിലും ഞാൻ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. അതിലെ കണ്ടന്റ് മൊത്തം കൊണ്ട് ഞാൻ എങ്ങോട്ട് കോപ്പി ചെയ്യും? തേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ കോപ്പിങ് ചെയ്യാനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇവിടെ 3 ഫയൽ വേണം, 1, 2, 3. ഓക്കെ, ഫസ്റ്റ് ഫയൽ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റീഡ് മോഡ്. സെക്കൻഡ് ഫയലും റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. തേർഡ് ഫയൽ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഫയൽ ഞാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. fp1 1.txt. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ അന്നേരം നമ്മൾ എറർ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു, 2.txt. ഓക്കെ, ഇവിടെ ഞാൻ കോപ്പി ചെയ്തപ്പോൾ ചില ക്യാരക്ടേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഓക്കെ, fp2 സെക്കൻഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അഗൈൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ സെക്കൻഡ് ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കി. ഇത് രണ്ടും ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം. തേർഡ് ഫയലിനെ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം. ബിക്കോസ് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോപ്പി ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം ഫസ്റ്റ് ഫയലിലെ കണ്ടന്റാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പം വൈൽ നോട്ട് faf ഓഫ് fp1. ഫസ്റ്റ് ഫയലിൽ തീർന്ന നമ്പറിലെ കണ്ടന്റുകൾ എടുക്കുക. ഓരോ തവണയും കിട്ടുന്ന കണ്ടന്റുകൾ സി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. ഓക്കെ, അത് എങ്ങോട്ടൊക്കെ റൈറ്റ് ചെയ്യുന്നു? fp3യിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഈ ലൂപ്പ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഫയലിലെ കംപ്ലീറ്റ് കണ്ടന്റുകൾ എങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിയും? തേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്ത് കഴിയും. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലൂപ്പ് യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ഫയല് തിരുന്നിടം വരെ ഓരോ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുക. എങ്ങോട്ടേ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക? തേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫയൽ കോപ്പി ചെയ്തു, പിന്നെ സെക്കൻഡ് ഫയൽ കോപ്പി ചെയ്തു. ഇത് കഴിയുമ്പോൾ 3 ഫയൽ നമുക്ക് എന്ത് ചെയ്താൽ വേണം? ക്ലോസ് ചെയ്താൽ വേണം. ഓക്കെ, സിംപ്ലി ഫയൽ കോപ്പി തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക. തേർഡ് ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ കോപ്പി ചെയ്തു, സെക്കൻഡ് ഫയൽ കോപ്പി ചെയ്തു, തീർന്നു, എല്ലാം ക്ലോസ് ചെയ്യുക. ഓക്കെ, നേരത്തെ പ്രോഗ്രാം പറഞ്ഞ പോലെ മാർക്ക് അനുസരിച്ച് മാത്രം പ്രോഗ്രാം എഴുതുക. മിക്കവാറും ഇവിടം വരെ എഴുതിയാൽ മതിയാവും പ്രോഗ്രാം. ഇനി കുറച്ചുകൂടെ സമയം നിങ്ങൾക്കുണ്ട്, കുറച്ചുകൂടെ മാർക്കിനുമാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇത് എളുപ്പമാണ്. ഫയൽ ഫോൾഡർ 1ലേക്ക് ഞാൻ തേർഡ് ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അന്നേരം തന്നെ നമ്മൾ എറർ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് fp1 തീരുന്നിടം വരെ ഫയൽ കണ്ടന്റുകൾ എടുക്കുക. ഫസ്റ്റ് ഫയൽ fp1ൽ നിന്ന് ഓരോ കണ്ടന്റുകൾ എടുക്കുക, ഡിസ്പ്ലേ കാണിക്കുക. അത് ചെയ്യുമ്പോൾ അതും ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, വീണ്ടും പറയുന്നു, ഇത് ഓപ്ഷണലാണ്. തേർഡ് ഫയലിൽ കണ്ടന്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് വേണ്ടി നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് നിർബന്ധം ചെയ്യണം. 1ഉം 2ഉം മെർജ് ചെയ്ത് 3യിൽ വെച്ചെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിലെ കണ്ടന്റ് ഒന്ന് കാണിക്കണ്ടേ നമുക്ക്. ഓക്കെ, തിയറി എക്സാമിന് ഇത് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി ഫയൽ മെർജിങ് തന്നെ വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം. വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ 1+2 എവിടേക്ക്? 1ലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഫയലോട് മെർജ് ചെയ്ത് നമ്മൾ എവിടേക്ക് തന്നെ കോപ്പി ചെയ്യും? ഫസ്റ്റ് ഫയലിലേക്ക് തന്നെ. ഫസ്റ്റ് ഫയലിലേക്ക് സെക്കൻഡ് ഫയലോട് മെർജ് ചെയ്ത് വെക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഇതും പഴയ പ്രോഗ്രാം ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി ഫയൽ കോപ്പിയുടെ സെയിം കോഡാണ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമ്മളിവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഫയലിലെ കണ്ടന്റ് എനിക്കിനി കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഫസ്റ്റ് ഫയലിലെ കണ്ടന്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. ഫസ്റ്റ് ഫയലിന്റെ ബാക്കിയായിട്ട് എന്തിനെ കോപ്പി ചെയ്താൽ മതി? സെക്കൻഡ് ഫയലിനെ കോപ്പി ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഫയലിന്റെ ബാക്കിയായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫയൽ ഏത് മോഡിലും ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി? അപ്പൻ മോഡിലും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്താൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് എല്ലാം അവിടെ കാണും. അത് കൂടാതെ fp2ന്റെ കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഫയൽ അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. സെക്കൻഡ് ഫയൽ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. സെക്കൻഡ് ഫയൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകത, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, എറർ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് ഫയലിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്തോളും? അപ്പൻ മോഡ് ആയതുകൊണ്ട് അതിന്റെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളും. ബട്ട് ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. fp2 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫയൽ തന്നെ ആയിരിക്കണം. ഇനി ആലോചിക്കാം, fp2 തീരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യും. എന്നിട്ട് എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും? fp1ലേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിന്റെ ബാക്കിയായിട്ട് എന്ത് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും? സെക്കൻഡ് ഫയലിലെ കണ്ടന്റ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ രണ്ട് ഫയലും എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്ത് കളയുക. നേരത്തെ പറഞ്ഞ പോലെ സമയവും മാർക്കും അനുസരിച്ച് ബാക്കി പോർഷൻ എഴുതാമോ വേണ്ടതെന്ന് ആലോചിക്കാം. ഏത് ഫയലിനായിരിക്കും ഡിസ്പ്ലേ കാണിക്കേണ്ടത്? ഫസ്റ്റ് ഫയലിനാണ് ഡിസ്പ്ലേ കാണിക്കേണ്ടത്. ഓക്കെ, 1.txt ഏത് മോഡിൽ ഓപ്പൺ ചെയ്യാം? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എറർ ചെക്ക് ചെയ്ത് നോക്കും. ഇനി ഫസ്റ്റ് ഫയൽ തീരുന്ന നമ്മൾ ഓരോ കണ്ടന്റും സിയിലേക്ക് എടുക്കുന്നു, അതെന്ത് ചെയ്ത് കാണിക്കുന്നു? പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ മെർജിങ് ചോദിക്കാറുണ്ട് എക്സാമിന്, ശ്രദ്ധിക്കുക.